കഴിഞ്ഞ ഒരു ദിവസം ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. തന്റെ പിതാവിന് ഉറക്കുകുളിയെ കൊടുത്ത് ഉറക്കിയതിന് ശേഷം കാമുകന്റെ കൂടെ മകൾ ഒളിച്ചോടിപ്പോയി എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒളിച്ചോട്ടങ്ങൾ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. വാർത്തകൾ കേട്ട് നമുക്കും ഒരു നിരാശയോ അത്ഭുതമില്ലാത്ത സാഹചര്യത്തിലേക്ക് നാം മാറിക്കഴിഞ്ഞു. സ്വന്തം മക്കളെ വഴിയോരത്ത് ഉപേക്ഷിച്ചു കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. നല്ല സുഖസൗകര്യങ്ങളിലെ വാഹനവും വീടും ഒരുക്കി കൊടുത്തെത്തി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ചു ഭാര്യ കളഞ്ഞു കളഞ്ഞു. തന്റെ മകൾക്ക് ട്യൂഷൻ എടുക്കാൻ വന്ന അധ്യാപകന്റെ കൂടെ മാതാവ് ഒളിച്ചോടിപ്പോയി. ഇങ്ങനെ നിരവധി വാർത്തകളാണ് നാം കേൾക്കുന്നത്. ഭർത്താക്കന്മാരെ തലക്കടിച്ചു കൊന്നവർ, മക്കളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നവർ, ഇതെല്ലാം ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നാം ഒന്ന് പരിശോധിക്കുക. നമ്മളറിയാതെ ഒരു വില്ലൻ നമ്മുടെ വീടിന്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. അതാണ് സ്മാർട്ട് ഫോൺ. സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം നമ്മൾ കൂടിയതിനു ശേഷം പരസ്പരം സ്നേഹിക്കുവാനും അറിയുവാനുള്ള അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളെക്കാൾ വിലപ്പെട്ടതായി അവർക്ക് മറ്റു ചിലത് മാറുമ്പോഴാണ് നമ്മെ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ പിതാക്കന്മാരെ, നമ്മുടെ മാതാക്കന്മാരെ, ഇതെല്ലാം പരസ്പരം ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും കണ്ടാണ് നമ്മുടെ ജീവിതങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുത്തറിയുവാനും കൂടുതൽ സ്നേഹിക്കുവാനും കൂടുതൽ നമ്മുടെ ബന്ധം ഊഷ്മളമാകുന്നതിനും ആണ് നമ്മുടെ കുടുംബത്തിൽ നാം ചിലവഴിക്കുന്ന സമയങ്ങൾ. അത് വിരുന്നൊരുക്കത്തിലൂടെ, അത് ഒഴിവു സമയങ്ങളിലൂടെ, ചർച്ചകളിലൂടെ, സംസാരങ്ങളിലൂടെ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെ, ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിലൂടെ. പക്ഷെ ഇവിടെയെല്ലാം ഇന്ന് നമ്മുടെ സ്മാർട്ട് ഫോൺ വില്ലനായിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരം മുഖത്ത് നോക്കി സംസാരിക്കാൻ ഇന്ന് നമുക്ക് ആർക്കും സമയമില്ല. യാത്രയിലായാലും വീട്ടിലെ മറ്റു ഫംഗ്ഷനിലായാലും വീടുകളിലെ ബെഡ്റൂമുകളിലായാലും നമ്മളെല്ലാവരുടെയും നോട്ടങ്ങൾ ഫോണിലേക്കാണ്. ഇത് കാരണം പല ദാമ്പത്തിക ജീവിതങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നു. ഈ സ്മാർട്ട് ഫോൺ വഴിയാണ് ഇന്നെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ അവർ സ്നേഹവും പർച്ചേസ് ചെയ്യാൻ തുടങ്ങി നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിലുള്ളത്. കാരണം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ആരെന്നറിയാത്ത ഏതോ ഒരു പ്രൊഫൈൽ പിക്ക് മാത്രം കണ്ടിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ പിന്നാലെ അവർ പോകുന്നത് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ കിടക്കുന്ന സ്നേഹം തിരിച്ചറിയുവാനും ആ സ്നേഹം ലഭിക്കുവാനും ഉള്ള അവസരം അവർക്ക് നഷ്ടപ്പെടുമ്പോഴാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനും നിങ്ങളും ഒരിക്കലും ഒരു വിലപ്പെട്ടത് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല. നമ്മുടെ വിലപ്പെട്ടതാവാതിരിക്കുന്നത് എങ്ങനെ നമ്മുടെ മാതാപിതാക്കൾ, എനിക്ക് വിലപ്പെട്ടതാവാതിരിക്കുന്നത് എങ്ങനെ നമ്മുടെ ഭർത്താവ്, എങ്ങനെ എനിക്ക് വിലപ്പെട്ടതാവാതിരിക്കുന്നു എന്റെ ഭാര്യ, എന്റെ മക്കൾ, ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ ഭാര്യക്കോ നമ്മുടെ ഭർത്താവ് മാതാപിതാക്കൾക്ക് ആവശ്യം നമുക്ക് എന്താ? സമ്പത്ത് മാത്രമല്ല, നമ്മുടെ സ്നേഹം. പ്രത്യേകിച്ച് നമ്മുടെ വീടിന്റെ അകത്ത